1 ശമൂവേൽ അധ്യായം 14. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ലതാനും. ശൗൽ ഗിബെയയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതള നാരകത്തിൻ കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോട് കൂടെ ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേർ. ഷീലോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫീനഹാസിന്റെ മകനായ ഈഹാബോദിന്റെ സഹോദരനായ അഹീദൂബിന്റെ മകൻ അഹിയാവായിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പോയത് ജനം അറിഞ്ഞില്ല. യോനാഥാൻ ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടുംതൂക്കമായ ഓരോ പാറ ഉണ്ടായിരുന്നു. ഒന്നിന് ബോസേസ് എന്നും മറ്റേതിന് സേന എന്നും പേർ. ഒന്ന് വടക്കുവശം മിക്മാസിന് മുഖമായും മറ്റേത് തെക്കുവശം ഗിബയയ്ക്ക് മുഖമായും തൂക്കെ നിന്നിരുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെ ഒക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവരുടെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളം നിൽപ്പിൻ എന്ന് അവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറി പോകാതെ നിന്നേടത്ത് തന്നെ നിൽക്കണം. ഇങ്ങോട്ട് കയറി വരുവിൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളം ആയിരിക്കും. ഇങ്ങനെ അവർ ഇരുവരും ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ, ഇതാ, എബ്രായർ ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥനോടും അവന്റെ ആയുധവാഹകനോടും, ഇങ്ങോട്ട് കയറി വരുവിൻ, ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനോട്, എന്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ചു കയറി. അവർ യോനാഥാന്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവന്റെ പിന്നാലെ കൊന്നും കൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണി നിലത്തിന്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി, വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബെയയിൽ നിന്ന് ശൗലിന്റെ കാവൽക്കാർ നോക്കി പുരുഷാരം ചിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട് എണ്ണി നോക്കി, നമ്മിൽ നിന്ന് പോയവർ ആരെന്നറിവിൻ എന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥനും അവന്റെ ആയുധവാഹകനും ഇല്ലായിരുന്നു. ശൗൽ അഹിയാവിനോട്, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം ആ കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട്, നിന്റെ കൈ വലിക്ക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടയ്ക്ക് ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു. മുമ്പേ ഫെലിസ്ത്യരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്തു നിന്ന് അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലിനോടും യോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയരുടെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രൈം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിയർ ഒക്കെയും ഫെലിസ്ത്യർ തോറ്റോടി എന്ന് കേട്ടയുടനെ അവരും പടയിൽ ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേത് ആവൻ വരെ പരന്നു. സന്ധ്യയ്ക്ക് മുമ്പും ഞാൻ എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളവും ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ശൗൽ പറഞ്ഞ് ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രായേല്യർ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തനും ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ നിലത്ത് തേൻ ഉണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ട് ആരും തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല.
യോനാഥാനോ തന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻകട്ടയിൽ കുത്തിയാൽ അതെടുത്ത് തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണ് തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ, ഇന്ന് യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് നിന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ജനം ക്ഷീണിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ, എന്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി ഞാൻ ഈ തേൻ ഒരൽപ്പം ആസ്വദിക്ക കൊണ്ട് എന്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്ന് അവർ എടുത്ത് ഇന്ന് വേണ്ടും പോലെ ഭക്ഷിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെലിസ്ത്യരുടെ അപജയം അത്ര വലുതായില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി അയ്യോലോൻ വരെ ഫെലിസ്ത്യരെ സംഹരിച്ചു. ജനം ഏറ്റവും തളർന്നു പോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്ന് ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ച് നിലത്ത് വച്ചറുത്ത് രക്തത്തോടുകൂടെ തിന്നു. ജനം രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ, നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു. ഒരു വലിയ കല്ല് എന്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടു വരുവിൻ എന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലായിടവും ചെന്ന് അവരോട് ഓരോരുത്തൻ താന്താന്റെ കാളയെയും ആടിനെയും എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വച്ച് അറുത്ത് തിന്നുകൊള്ളുവിൻ. രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളകളെ അന്നു രാത്രി കൊണ്ടുവന്ന് അവിടെ വച്ച് അറുത്തു. ശൗൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണിത യാഗപീഠം ആയിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫെലിസ്ത്യരെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തിനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തു കൊള്ളുക എന്ന് അവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട്, ഞാൻ ഫെലിസ്ത്യരെ പിന്തുടരണമോ? നീ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അന്ന് അവന് അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ ജനത്തിന്റെ പ്രധാനികളൊക്കെയും ഇവിടെ അടുത്തു വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചത് ഏതു കാര്യത്തിൽ എന്ന് അന്വേഷിച്ചറിയും. ഇസ്രായേലിനെ രക്ഷിക്കുന്ന യഹോവയാണ്. അത് എന്റെ മകൻ യോനാഥാനിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയം എന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറവാൻ സർവ്വജനത്തിലും ഒരുത്തനും തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിനോടും, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽപ്പിൻ, ഞാനും എന്റെ മകനായ യോനാഥാനും മറുഭാഗത്ത് നിൽക്കാം എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട്, നേർ വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിനും യോനാഥാനും ചീട്ട് വീണു. ജനം ഒഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്കും എന്റെ മകനായ യോനാഥാനും ചീട്ടിടുവിൻ എന്ന് പറഞ്ഞു. ചീട്ട് യോനാഥാന് വീണു. ശൗൽ യോനാഥാനോട്, നീ എന്തു ചെയ്തു? എന്നോട് പറക എന്ന് പറഞ്ഞു. യോനാഥാൻ അവനോട്, ഞാൻ എന്റെ വടിയുടെ അറ്റം കൊണ്ട് അല്പം തേൻ ആസ്വദിച്ചതേയുള്ളൂ. അതുകൊണ്ട് ഇതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ, യോനാഥാനെ നീ മരിക്കണം എന്നുത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രായേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ്, അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അവൻ ഇന്ന് ദൈവത്തോടു കൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു. അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ശൗൽ ഫെലിസ്ത്യരെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫെലിസ്ത്യരും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ശൗൽ ഇസ്രായേലിൽ രാജ്യത്വം ഏറ്റ ശേഷം മോവാബ്യർ, അമ്മോന്യർ, എദോമ്യർ, സോബ രാജാക്കന്മാർ, ഫെലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടും യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ച് അമാലേക്കിനെ ജയിച്ചു. ഇസ്രായേലിയരെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിന്റെ പുത്രന്മാർ യോനാഥാൻ, യിശ്വി, മൽക്കീശുവ എന്നിവർ ആയിരുന്നു. അവന്റെ രണ്ടു പുത്രിമാർക്കോ മൂത്തവൾക്ക് മേരം എന്നും ഇളയവൾക്ക് മീഖൽ എന്നും പേരായിരുന്നു. ശൗലിന്റെ ഭാര്യയ്ക്ക് അഹീനോവം എന്നു പേരായിരുന്നു. അവൾ അഹീമാസിന്റെ മകൾ.
അവന്റെ സേനാധിപതിക്ക് അബ്നേർ എന്നു പേർ. അവൻ ശൗലിന്റെ ഇളയപ്പനായ നേരിന്റെ മകനായിരുന്നു. ശൗലിന്റെ അപ്പനായ കീശും അബ്നേരിന്റെ അപ്പനായ നേരും അബിയേലിന്റെ മക്കൾ ആയിരുന്നു. ശൗലിന്റെ കാലത്തൊക്കെയും ഫെലിസ്ത്യരോട് കഠിന യുദ്ധം ഉണ്ടായിരുന്നു. എന്നാൽ ശൗൽ ഏതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും.